ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ നിർണായകമായ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും വാർത്തകളിൽ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രനുകളുടെ എണ്ണത്തിലുള്ള ഗണ്യമായ കുറവ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉയരും. ചൈനയും പാകിസ്ഥാനും അതിർത്തിയിൽ പ്രകോപനം തുടരുമ്പോൾ പുതിയ വിമാനങ്ങൾ വരുന്നത് വരെ ഇന്ത്യൻ വ്യോമസേന വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണോ എന്ന്. തീർച്ചയായിട്ടും അല്ല. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വമ്പൻ ബദൽ മാർഗവുമായിട്ട് ഇന്ത്യൻ വ്യോമസേന അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച പതിനായിരക്കണക്കിന് ഡ്രോണുകളുടെ ഒരു മഹാസേനയെ അണിനിരത്തുക എന്നതാണ് ആ മാസ്റ്റർ പ്ലാൻ. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് പ്രതിരോധ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഭാരതീയ വ്യോമസേനയുടെ 2 വമ്പൻ മെഗാ ഡ്രോൺ പ്രോജക്റ്റുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് തമിഴ്നാട്ടിലെ സുളൂരിൽ ആരംഭിക്കുന്ന തദ്ദേശീയ കാമിക്കാസെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം. രണ്ടാമതായിട്ട് 30,000 കോടി രൂപ ചെലവിൽ 87 അത്യാധുനിക മെയിൽ UAV സ്വന്തമാക്കാനുള്ള മെഗാ പ്രൊജക്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കാമിക്കാസെ ഡ്രോൺ പ്രൊജക്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ലളിതമായിട്ട് പറഞ്ഞാൽ ഇവ ആകാശത്തെ ചാവേറുകളാണ്. ഒരു സാധാരണ ഡ്രോണിനെ പോലെ ഇവയ്ക്ക് തിരികെ പറന്നിറങ്ങാൻ കഴിയില്ല. ഒരു വിമാനത്തിൻ്റെയും മിസൈലിൻ്റെയും സങ്കര ഇനം എന്ന് വേണമെങ്കിൽ ഇവയെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവ ശത്രുവിൻ്റെ വ്യോമാതിർത്തിയിലെത്തും. അവിടെ ആകാശത്ത് വട്ടമിട്ട് പറക്കും. ശത്രുക്കളുടെ റഡാറുകളെയോ ടാങ്കുകളെയോ ബങ്കറുകളെയോ കൃത്യമായിട്ട് കണ്ടെത്തുമ്പോൾ ഒരു പരുന്തിനെ പോലെ അതിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കും. അതാണ് കാമിക്കാസെ ഡ്രോൺ. ഈ സാങ്കേതികവിദ്യ വിദേശത്തു നിന്ന് വാങ്ങുന്നതിന് പകരം ഇന്ത്യൻ വ്യോമസേന ഇപ്പൊ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന്റെ അടുത്തുള്ള സുളൂരിലെ നമ്പർ 5 ബേസ് റിപ്പയർ ഡിപ്പോ ആണ് നോഡൽ ഏജൻസിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തേജസ് വിമാനങ്ങളുടെ ഹോം ബേസ് എന്ന നിലയിൽ പ്രശസ്തമായ സുളൂര് ഇനി മുതൽ ഇന്ത്യയുടെ സ്വന്തം കാമിക്കാസെ ഡ്രോണുകളുടെ ഒരു നിർമ്മാണ പരിപാലന ഹബ്ബായിട്ട് മാറും. സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെയാകും ഇവിടെ നിർമ്മാണം നടക്കുക. ഇതിന് കുറെ കണ്ടീഷൻസ് ഇന്ത്യൻ എയർഫോഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, വ്യോമസേന നൽകിയ ടെൻഡർ പ്രകാരം ഈ ഡ്രോണുകൾക്ക് 16,000 അടി ഉയരത്തിൽ വരെ സുഗമമായിട്ട് പറക്കാൻ സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ 16,000 അടി എന്ന് പ്രത്യേകം പറയുന്നത്? കാരണം നമ്മുടെ പ്രധാന ശത്രുക്കളായ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങൾ, ഇപ്പം ലഡാക്ക് അല്ലെ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള സിയാച്ചിൻ, ഇതെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമികളാണ്. അവിടെയുള്ള കൊടും തണുപ്പിലും കുറഞ്ഞ വായുമർദ്ദത്തിലും പ്രവർത്തിക്കാനായിട്ട് ഈ ഡ്രോണുകൾക്ക് കഴിയണം. വിദേശത്ത് നിന്ന് വാങ്ങുന്ന പല ഡ്രോണുകൾക്ക് നമ്മുടെ ഹിമാലയൻ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ അതുപോലെ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇതിലുണ്ടാവണം. ഡ്രോണുകളുടെ കണ്ണുകളെന്ന് പറയുന്നത് ഈ സെൻസറുകളാണ്. പകൽ സമയത്ത് ശത്രുവിനെ കാണാനായിട്ട് സാധാരണ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ, അതായത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ സഹായിക്കുമ്പോൾ കൂരിരുട്ടുള്ള രാത്രിയിൽ ശത്രുവിനെ കണ്ടെത്താനായിട്ട് ഇൻഫ്രാറെഡ് സെൻസറുകൾ സഹായിക്കും. അതായത് കൊടുങ്കാട്ടിലോ മലമുകളിലോ ശത്രുക്കൾ രാത്രിയിൽ ഒളിച്ചിരുന്നാലും അവരുടെ ശരീരത്തിൽ നിന്നോ വാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നോ പുറത്തു വരുന്ന ചൂട്, അതായത് ഹീറ്റ് സിഗ്നേച്ചർ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറാനായിട്ട് ഈ ഡ്രോണിന് സാധിക്കും. മൂന്നാമത്തെ കണ്ടീഷനാണ് ബൗദ്ധിക സ്വത്തവകാശം, അതായത് IPR കൺട്രോൾ പൂർണ്ണമായിട്ടും വ്യോമസേനയ്ക്ക് വേണം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മൾ അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ആയുധം വാങ്ങുമ്പോൾ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർക്കായിരിക്കും. നാളെ അതിലൊരു ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം. എന്നാൽ ഈ പ്രൊജക്റ്റിൽ ഡ്രോണിൻ്റെ ഡിസൈനും സോഫ്റ്റ്വെയറും ടെക്നോളജിയും പൂർണ്ണമായിട്ടും ഇന്ത്യൻ വ്യോമസേനയുടെ സ്വന്തമായിരിക്കും. നാളെ ഇതിൽ പുതിയൊരു ക്യാമറ വയ്ക്കണമെങ്കിലോ 1,00,000 ഡ്രോണുകൾ ഒന്നിച്ച് നിർമ്മിക്കണമെങ്കിലോ നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല. നാലാമത്തെ കണ്ടീഷനാണ് സ്വാം ഡ്രോൺ സാങ്കേതികവിദ്യ. ഒരു യുദ്ധമുണ്ടായാൽ ഒറ്റയ്ക്കല്ല കാമിക്കാസെ ഡ്രോണുകൾ പോകാറുള്ളത്. 100 കണക്കിന് ഡ്രോണുകളെ ഒരേ സമയം ആകാശത്തേക്ക് വിക്ഷേപിക്കും. ഇവ ഒരു തേനീച്ചക്കൂട്ടം പോലെ പരസ്പരം ആശയവിനിമയം നടത്തി പറക്കും. ശത്രുക്കളുടെ റഡാറുകൾക്ക് ഒരേ സമയം ഇത്രയധികം ഡ്രോണുകളെ ട്രാക്ക് ചെയ്യാനോ തകർക്കാനോ സാധിക്കില്ല. ചുരുക്കത്തിൽ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കബളിപ്പിക്കാനും തകർക്കാനും ഈ ചാവേ ഡ്രോണുകൾക്ക് സാധിക്കും. ചാവേ ഡ്രോണുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു.
എന്നാൽ ഈ ചാവേർ ഡ്രോണുകൾക്ക് ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ നൽകേണ്ടത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആരാണ് അതിർത്തിയിൽ 24 മണിക്കൂറും കാവലിരിക്കാൻ പോകുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മെഗാ പ്രൊജക്ടിന്റെ പ്രസക്തി. ഏകദേശം 30,000 കോടി രൂപ മുതൽ മുടക്കിൽ 87 അത്യാധുനിക മെയിൽ ഡ്രോണുകൾ വാങ്ങാനുള്ള വമ്പൻ പദ്ധതിയാണ് ഇത്. കര, നാവിക, വ്യോമസേനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത പദ്ധതിയാണ് ഇതെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ലഭിക്കാൻ പോകുന്നത് വ്യോമസേനയ്ക്കാണ്. എന്താണ് ഈ മെയിൽ ഡ്രോൺ അല്ലെങ്കിൽ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ? ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇതിൽ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇടത്തരം ഉയരം. ഈ ഡ്രോണുകൾ ഭൂമിയിൽ നിന്നും ഏകദേശം 30,000 മുതൽ 35,000 അടി വരെ ഉയരത്തിലാണ് പറക്കുക. സാധാരണ യാത്രാ വിമാനങ്ങൾ പറക്കുന്ന അതേ ഉയരം. ഇതിനൊരു കാരണമുണ്ട്. ശത്രുക്കളുടെ കൈവശമുള്ള ചെറിയ മിസൈലുകൾക്കോ എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഫയർഡ് മിസൈൽസ്, മാൻ പാർട്സ്, ഇതൊക്കെ, അല്ലെങ്കിൽ വിമാനവേധ തോക്കുകൾക്കോ ഈ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണിനെ വെടിവെച്ചിടാനായിട്ട് അത്ര എളുപ്പമല്ല. എന്നാൽ അതേസമയം താഴെ ഭൂമിയിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒപ്പിയെടുക്കാനായിട്ട് ഇതിലെ ക്യാമറകൾക്ക് സാധിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് ലോങ് എൻഡ്യൂറൻസ്, അതായത് തുടർച്ചയായ പറക്കൽ. ഈ മെയിൽ ഡ്രോണുകൾക്ക് തുടർച്ചയായിട്ട് 24 മുതൽ 30 മണിക്കൂർ വരെ ആകാശത്ത് പറക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് പൈലറ്റ് ഇല്ലാത്തത് കൊണ്ട് പൈലറ്റിന്റെ ക്ഷീണമുണ്ടാകുമെന്ന പേടിയും വേണ്ട. സുരക്ഷിതമായ ഒരു മുറിയിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓപ്പറേറ്റർമാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കും. ഈ 87 ഡ്രോണുകൾ വിദേശത്ത് നിന്ന് വാങ്ങാനല്ല ഇന്ത്യയുടെ തീരുമാനം. മറിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, L&T, അദാനി ഡിഫൻസ്, HAL തുടങ്ങി ഇന്ത്യയിലെ 10 വമ്പൻ കമ്പനികളാണ് ഇതിനായിട്ടുള്ള ടെൻഡറുകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ കുറഞ്ഞത് 60% ഇന്ത്യൻ നിർമ്മിതമായിരിക്കണം എന്നതാണ് കർശനമായ നിബന്ധന. ഇനി നമുക്ക് ഈ ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് തുടർച്ചയായ നിരീക്ഷണമാണ്. അതായത് ഒരു ISR റോളിൽ, ഇന്റലിജൻസ്, സർവൈലൻസ് ആൻഡ് റെക്കഗ്നൈസൻസ്. ഇന്ത്യയുടെ കണ്ണും കാതുമായിട്ട് ഈ ഡ്രോണുകൾ പ്രവർത്തിക്കും. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സിന്തറ്റിക് അപ്പറേച്ചർ റഡാറുകൾക്ക് കാർമേഘങ്ങളെയും കോടമഞ്ഞിനെയും പോലും തുളച്ചു കയറി താഴെയുള്ള ദൃശ്യങ്ങൾ പകർത്താനായിട്ട് സാധിക്കും. അതായത് മഞ്ഞുകാലത്ത് ഗൽവാൻ വാലിയിലോ അരുണാചൽ അതിർത്തിയിലോ ചൈനീസ് പട്ടാളം പുതിയ ടെന്റുകൾ നിർമ്മിക്കുകയോ ടാങ്കുകൾ കൊണ്ടുവരികയോ ചെയ്താൽ ഡൽഹിയിൽ ഇരിക്കുന്ന നമ്മുടെ സൈനിക മേധാവികൾക്ക് അത് തത്സമയം ലൈവായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് സാറ്റലൈറ്റ് വഴിയുള്ള നിയന്ത്രണം. ഇതിനെ സാറ്റ്കോം കേപ്പബിലിറ്റി എന്ന് പറയും. സാധാരണ ഡ്രോണുകൾ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിന് പരിധിയുണ്ട്. ഏകദേശം ഒരു 200-250 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള പരിധിയിൽ വേണം നമ്മളതിനെ നിയന്ത്രിക്കാനായിട്ട്. എന്നാൽ ഈ 87 മെയിൽ ഡ്രോണുകൾ ഉപഗ്രഹങ്ങൾ വഴിയായിരിക്കും ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ എത്ര ഉള്ളിൽ പോയാലും ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ സൈന്യത്തിന് സാധിക്കും. മൂന്നാമതായിട്ട് ഇതിൻ്റെ ആക്രമണശേഷി. ഇത് വെറും ക്യാമറ വെച്ചുള്ള നിരീക്ഷണത്തിന് മാത്രമുള്ള ഡ്രോണുകളല്ല. ആവശ്യമെങ്കിൽ മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും വഹിച്ച് ശത്രുക്കളുടെ നേർക്ക് ആക്രമണം നടത്താൻ പോലും കഴിവുള്ള സായുധ ഡ്രോണുകൾ കൂടിയാണ് ഇത്. ബാലാക്കോട്ട് പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഭാവിയിൽ നടത്തേണ്ടി വന്നാൽ നമ്മുടെ പൈലറ്റുമാരുടെ ജീവൻ പണയം വെച്ച് ഫൈറ്റർ വിമാനങ്ങൾ അയക്കുന്നതിന് പകരം ഈ ഡ്രോണുകളെ അയച്ച് വളരെ കൃത്യതയോടെ ബോംബിട്ട് മടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇന്ത്യൻ വ്യോമസേന എത്രത്തോളം ആഴത്തിലുള്ള ഒരു തന്ത്രമാണ് മെനയുന്നത് എന്ന്. ഫൈറ്റർ വിമാനങ്ങളുടെ എണ്ണം കുറവാണെന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് പകരമായിട്ട് വ്യോമസേന നിർമ്മിക്കുന്നത് ഒരു കിൽ വെബാണ്. ഇവ രണ്ടും ഒരുമിച്ച് എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ പ്രവർത്തിക്കുക എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഒരു നിമിഷം സങ്കല്പിക്കുക, അതിർത്തിയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ആദ്യം ആകാശത്തേക്ക് ഉയരുന്നത് നമ്മുടെ 30,000 അടി ഉയരത്തിൽ പറക്കുന്ന മെയിൽ ഡ്രോണുകളായിരിക്കും. അവ സുരക്ഷിതമായ ഉയരത്തിൽ നിന്നുകൊണ്ട് ശത്രുവിൻ്റെ വ്യോമത്താവളങ്ങളും റഡാറുകളും ടാങ്കുകളും ഒക്കെ എവിടെയാണെന്ന് സ്കാൻ ചെയ്ത് കൃത്യമായ ലൊക്കേഷൻ, അതായത് GPS കോർഡിനേറ്റ്സ് നമ്മുടെ കമാൻഡ് സെൻറ്ററിലേക്ക് അയക്കും. ഈ വിവരങ്ങൾ ലഭിച്ചാലുടൻ 100 കണക്കിന് കാമിക്കാസെ, അതായത് ചാവേ ഡ്രോണുകളെ ആകാശത്തേക്ക് വിക്ഷേപിക്കും. ഈ ചാവേ ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതും മുകളിൽ പറയുന്ന മെയിൽ ഡ്രോണുകളായിരിക്കും. ശത്രുവിൻ്റെ റഡാറുകൾക്ക് ഇത്രയധികം ഡ്രോണുകളെ ഒരുമിച്ച് നേരിടാനാകാതെ വരുമ്പോൾ നമ്മുടെ കാമിക്കാസെ ഡ്രോണുകൾ കൃത്യമായിട്ട് അവരുടെ റഡാർ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഇടിച്ച് കയറി പൊട്ടിത്തെറിക്കും.
ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധം തകർന്നതിന് ശേഷം മാത്രം നമ്മുടെ റഫാൽ, സുഖോയ്, തേജസ് പോലെയുള്ള വിലയേറിയ ഫൈറ്റർ വിമാനങ്ങൾ കടന്നു ചെന്ന് ബാക്കിയുള്ളത് കൂടി തകർത്ത് സുരക്ഷിതമായിട്ട് മടങ്ങും. ഇതാണ് വ്യോമസേനയുടെ മാസ്റ്റർ പ്ലാൻ. ഒരു ഫൈറ്റർ വിമാനത്തിൻ്റെ പകുതി വിലയ്ക്ക് നൂറുകണക്കിന്, ഒരുപക്ഷെ ആയിരക്കണക്കിന് ഡ്രോണുകൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ശത്രുവിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും പൈലറ്റുമാരുടെ ജീവൻ ഭയക്കാതെ ഇവയെ അയക്കാം. നഷ്ടപ്പെട്ടാൽ തന്നെ അത് സാമ്പത്തികം മാത്രമാണ്, ജീവനല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ വ്യോമസേനയ്ക്ക് പുതിയ വിമാനങ്ങൾ ലഭിക്കാൻ വൈകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവർ വെറുതെ ഇരിക്കുകയല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും. സുലൂരിലെ പുതിയ കാമിക്കാസെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രവും 30,000 കോടി രൂപയുടെ 87 സായുധ മെയിൽ ഡ്രോണുകളുടെ മെഗാ പ്രൊജക്റ്റും വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മാറുന്ന മുഖമാണ്. നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ വിമാനമായിട്ടുള്ള ആംകയും തേജസ് മാർക്ക് 2ഉം എല്ലാം വ്യോമസേനയുടെ കരുത്തായി മാറുന്നത് വരെയുള്ള ഇടവേള നികത്താനായിട്ട്, അല്ലെങ്കിൽ ആ കുറവ് ശത്രുക്കൾ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ ഡ്രോൺ പടയ്ക്ക് സാധിക്കും. ഈ 2 വമ്പൻ പ്രൊജക്റ്റുകളും പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രോൺ ശക്തികളിൽ ഒന്നായിട്ട് നമ്മുടെ ഇന്ത്യ മാറും എന്നതിൽ സംശയമില്ല. ഡ്രോണുകളുടെ കാര്യത്തിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കാൻ ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളാണ് ഇത്. സുഹൃത്തുക്കളെ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാങ്കേതിക കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ വന്ന കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കും അനാലിസിസുകൾക്കുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.